ഹായ് മക്കളെ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഡ്രഗ്സ് കൺട്രോളിൻ്റെ മൊഡ്യൂൾ 4 MCQ ഡിസ്കഷനാണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ പോകുന്നത്. മെയിൻലി ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് എനിക്കറിയാം നിങ്ങൾ ഓർഗാനിക്കൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. 10 മാർക്കാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 MCQs നമുക്കൊന്ന് നോക്കാം. അതേപോലെ മൊഡ്യൂൾ 1, 2 ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ കാര്യങ്ങൾ കൂടെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ലിങ്കിൽ കൊടുത്തേക്കാം. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ കോഴ്സസ് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. നമ്മൾ CSIRൻ്റെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കെമിസ്ട്രിയും അതേപോലെ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ലോങ് ടേം ബാച്ചസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. നിങ്ങളും കൃത്യമായിട്ട് പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു എക്സാംസ് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രിപ്പറേഷൻ നടത്തുക. കാരണം ഏറ്റവും അടുത്ത് തന്നെ ഇവരുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഇൻ ഫാറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്? അയഡിൻ നമ്പറാണ് അല്ലേ? യെസ്, അയഡിൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അയഡിൻ നമ്പർ ഇൻക്രീസസ്. വെൻ അയഡിൻ നമ്പർ ഇൻക്രീസസ് അൺസാച്ചുറേഷൻ ഓഫ് ഫാറ്റ് ഓൾസോ വാട്ട് ഹാപ്പൻസ്? അൺസാച്ചുറേഷൻ ഓഫ് ഫാറ്റും ഓൾസോ ഇൻക്രീസസ് എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യുക, യെസ്, ആസിഡ് നമ്പറിനെ പറ്റിയിട്ടും സപ്പോണിഫിക്കേഷൻ വാല്യൂവിനെ പറ്റിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ കാര്യം എന്താണ്? ഇൻഡിക്കേറ്റ് ദ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഓഫ് ഫാറ്റ് ഏതാണ്? അയഡിൻ നമ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിട്രാൽ ഈസ് എ മിക്സ്ചർ ഓഫ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ? അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. സിട്രാൾ എന്താണ്, സോഴ്സ് എന്താണ്, ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അസൈക്ലിക് ടെർപിനോയിഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സിട്രാൽ ഈസ് എ മിക്സ്ചർ ഓഫ്. ഓക്കെ, ജെറാനിയലിൻ്റെയും നീറാലിൻ്റെയും മിക്സ്ചറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ജെറാനിയലും അതേപോലെ ഇതാണ് നീറാൽ. ഓക്കെ, യെസ്, അപ്പോൾ സിട്രാൽ ഈസ് എ മിക്സ്ചർ ഓഫ് എന്താണ്? യെസ്, ജെറാനിയൽ ആൻഡ് നീറാൽ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 3, ദ മെയിൻ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഇൻ സ്കോപ്പ് സിന്തസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സ്കോപ്പ് സിന്തസിസ്? നോക്കിക്കോളൂ, സിന്തസിസ് ഓഫ് ക്വിനോളിൻ അല്ലേ? ഏതൊക്കെ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം സ്കോപ്പ് സിന്തസിസ്? ഫ്രിഡ്ലാൻഡേഴ്സ് സിന്തസിസ്, നോർ ക്വിനോളിൻ സിന്തസിസ്, ബിഷ്ലർ നാപ്ലൻസ്കി റിയാക്ഷൻ. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ക്വിനോളിനെ നമുക്ക് സിന്തസിസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ് അല്ലേ? അപ്പോൾ സ്കോപ്പ് സിന്തസിസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആരാണ്? യെസ്, അനിലീൻ ആണ് അല്ലേ? യെസ്, അനിലീൻ. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നൈട്രോബെൻസീനും സൾഫ്യൂരിക് ആസിഡും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ഒക്കെ. യെസ്, ഓക്കെ, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് സിസ്റ്റവും നിങ്ങൾക്ക് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ അല്ലേ? യെസ്, ആൽഡിഹൈഡിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, മേ ബി ഇങ്ങനെ ആയിരിക്കും ചോദിച്ചത്, ക്വിനോളിനെ സിന്തസിസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതൊക്കെയാണ്? അപ്പോൾ ഇതൊക്കെയാണ് ഈ മെത്തേഡ്സ്. മേ ബി വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് ലെറ്റ്സ് സേ ഹെൽവോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ തന്നേക്കാം. എന്നിട്ട് ഏതാണ് സിന്തസിസ് ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ ഇതെന്തായിരിക്കും? HVZ. അപ്പോൾ ഈ റിയാക്ഷനെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇവരുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു അനിലീനും ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ സിസ്റ്റവും നൈട്രോബെൻസീനും ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? യെസ്, നമ്മുടെ സ്കോപ്പ് സിന്തസിസ് ആണ്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് ഹെറ്ററോസൈക്കിൾ ഇസ് മോസ്റ്റ് സ്റ്റേബിൾ എമംഗ് തയോഫീൻ, പൈറോൾ ആൻഡ് ഫ്യൂറാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ തയോഫീൻ? യെസ്, ഇതാണ് നമ്മുടെ തയോഫീൻ അല്ലേ? യെസ്, ഇതാണ് തയോഫീൻ. ഇനി ഏതാണ്? പൈറോൾ. ഓക്കെ, ദിസ് ഇസ് പൈറോൾ. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ ഫ്യൂറാൻ എന്ന് പറയുന്നത് അല്ലേ? ദിസ് ഇസ് ഫ്യൂറാൻ. അപ്പോൾ ഇവരുടെ സ്റ്റെബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? തയോഫീൻ, ഓക്കെ, പൈറോൾ ആൻഡ് ഫ്യൂറാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്കളെ? ഇതൊരു അരോമാറ്റിക് സിസ്റ്റമാണ് അല്ലേ? അരോമാറ്റിക് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 6 പൈ ഇലക്ട്രോൺസ് ആണല്ലേ? 2, 4 ഒരു ലോൺ പെയർ. അതായത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്താണ്? 6 പൈ ഇലക്ട്രോൺ സിസ്റ്റംസ് ആണ്. ഓക്കെ,
അപ്പോൾ എനിക്കിത് പറഞ്ഞുകൂടെ, ഈ പൈ ഇലക്ട്രോൺ എത്രത്തോളം നന്നായിട്ട് കോൺജുഗേറ്റ് ചെയ്യുമോ അത്രത്തോളം സ്റ്റെബിലിറ്റി ആയിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റും. പൈ ഇലക്ട്രോൺസ് അല്ലേ, ഈ ലോൺ പെയർ അല്ലേ. യെസ്, ദ ഗ്രേറ്റർ ദി, എനിക്കിങ്ങനെ പറയാൻ പറ്റും അല്ലേ, ദ ഗ്രേറ്റർ ഡീലോക്കലൈസേഷൻ ഓഫ് ലോൺ പെയർ, ഓക്കെ, the greater the aromaticity എന്ന് എനിക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഗ്രേറ്റർ ദി അരോമാറ്റിസിറ്റി ആണെങ്കിൽ ദ ഗ്രേറ്റർ ദി സ്റ്റെബിലിറ്റി, ഓക്കെ. അപ്പോൾ സിംപ്ലി എനിക്ക് പറയാൻ പറ്റും ലോൺ പെയർ എത്രത്തോളം നന്നായിട്ട് ഡീലോക്കലൈസ് ചെയ്യുന്നോ അത്രത്തോളം നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും, അത്രത്തോളം സ്റ്റേബിൾ ആയിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റും അല്ലേ. അരോമാറ്റിക് ക്യാരക്ടർ അത്രത്തോളം കൂടും അല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, ഓക്കെ, ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, ഗ്രേറ്റർ ഡീലോക്കലൈസേഷൻ ആയിരിക്കും. എന്താണ് ഈ സംഭവം പറയുന്നത്? ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഓക്സിജൻ്റെ കാര്യമാണ് എടുക്കുന്നത് വിചാരിച്ചു. ഓക്സിജൻ എന്താണ്, ഓക്കെ, സൾഫറിനെ അപേക്ഷിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ ലോൺ പെയറിന് എന്ത് ചെയ്യത്തില്ല, ഡീലോക്കലൈസേഷൻ ചെയ്യാൻ അനുവദിക്കത്തില്ല അല്ലേ. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഓക്സിജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ്, ഹൈ ആണ്. എന്താണ് ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, പിടിച്ചു വെക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇവിടെ എന്താവും, ഡീലോക്കലൈസേഷൻ കുറയും. അതേസമയം സൾഫറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ്, വളരെ കുറവാണ് അല്ലേ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ യെസ്, സൾഫർ ഏറ്റവും കുറവ്, പിന്നെ നൈട്രജൻ, പിന്നെ എന്താണ്, ഓക്സിജൻ. അപ്പോൾ സൾഫറിന് വളരെ കുറവാണ്. അങ്ങനെയാകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണെങ്കിൽ അത് അത്രത്തോളം ഈ ലോൺ പെയറിനെ പിടിച്ചു വെക്കത്തില്ല അല്ലേ. എനിക്ക് അങ്ങനെ പറഞ്ഞുകൂടെ, ഈ ലോൺ പെയറിനെ എന്ത് ചെയ്യത്തില്ല, പിടിച്ചു വെക്കത്തില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും, ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും. ഡീലോക്കലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അരോമാറ്റിസിറ്റി എന്തായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും അല്ലേ. യെസ്, അപ്പോൾ എന്തായിരിക്കും, തയോഫീൻ. അരോമാറ്റിസിറ്റി കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ സി അല്ലേ. യെസ്, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 12 അനുലീൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. 12 അനുലീൻ എന്താണ്, നോൺ അരോമാറ്റിക് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. 10 അനുലീൻ എന്താണ്, നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്, നോൺ അരോമാറ്റിക് ആണ്. 12 അനുലീൻ എന്താണ്, ഓക്കെ, 12 അനുലീൻ അഗെയിൻ നോൺ അരോമാറ്റിക് ആണ്. ഓക്കെ, 14 അനുലീൻ എന്താണ്, യെസ്, അരോമാറ്റിക് ആണ്. ദിസ് ഈസ് അരോമാറ്റിക്. ഓക്കെ, 16 അനുലീൻ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ക്ലാസ് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാം. 16 അനുലീൻ ആകുമ്പോൾ എന്തായിരിക്കും, ആൻറ്റി അരോമാറ്റിക് ആണ്. 18 അനുലീൻ ആണെങ്കിൽ എന്തായിരിക്കും, യെസ്, അഗെയിൻ ദാറ്റ് ഈസ് അരോമാറ്റിക് ആണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് 12 അനുലീൻ ആണ് ചോദിച്ചിരിക്കുന്നത്, എന്തായിരിക്കും, യെസ്, നോൺ അരോമാറ്റിക് ആയിരിക്കും അല്ലേ. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താ പറഞ്ഞിരിക്കുന്നത്, യെസ്, പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്, ഓക്കെ, PHBV ഇസ് എ ടൈപ്പ് ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് പോളിമർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും PHBV എന്താണ്, യെസ്, ഇസ് എ ടൈപ്പ് ഓഫ്, യെസ്, ഓക്കെ, ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണല്ലേ. യെസ്, അപ്പോൾ പോളിമേഴ്സിൽ നിന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബയോഡിഗ്രേഡബിൾ പോളിമർ. 7th ക്വസ്റ്റ്യൻ, നാച്ചുറൽ റബ്ബർ ഇസ് എ പോളിമർ ഓഫ് വിച്ച് മോണോമർ എന്നാണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലേ. നാച്ചുറൽ റബ്ബർ, ഓക്കെ, നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്, ഐസോപ്രീൻ ആണ് അല്ലേ. ഐസോപ്രീൻ, ഓക്കെ, ഐസോപ്രീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇതാണ് ഐസോപ്രീൻ. ഓക്കെ, 2-methyl butadiene, ഓക്കെ, 2-methyl butadiene, 1,3-butadiene, ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്, യെസ്, നമ്മുടെ ഐസോപ്രീൻ. ഓക്കെ, സിന്തറ്റിക് റബ്ബർ ആണെങ്കിൽ എന്തായിരിക്കും, സിന്തറ്റിക് റബ്ബർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ക്ലോറോപ്രീൻ. ഓക്കെ, ക്ലോറോപ്രീൻ ആണ്. ക്ലോറോപ്രീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ, ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ്, ഓക്കെ, 2-chloro 1,3-butadiene, ഓക്കെ, യെസ്. അപ്പോൾ ഇതെന്താണ്, നാച്ചുറൽ റബ്ബറാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിസിസ് ഓഫ് മാൾട്ടോസ് ഗിവ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആൽഫ ഡി ഗ്ലൂക്കോസ്, ബീറ്റ ഡി ഗ്ലൂക്കോസ്. നമുക്കറിയാം മാൾട്ടോസിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ എന്തായിരിക്കും, യെസ്, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. 2 യൂണിറ്റ് ഓഫ് ഗ്ലൂക്കോസ് ആണ്. പക്ഷേ ആ ഗ്ലൂക്കോസ് ഏതാണ്, ആൽഫ ഡി ഗ്ലൂക്കോസും അതേപോലെ തന്നെ ആൽഫ ഡി ഗ്ലൂക്കോസുമാണ് മക്കളെ. യെസ്, അപ്പോൾ യെസ്, ഓപ്ഷൻ ഡി ആയിരിക്കും. ഇനി സൂക്രോസ് എന്താണ്, യെസ്, ആൽഫ ഡി ഗ്ലൂക്കോസും, ഓക്കെ, ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസുമാണ്.
ഓക്കെ. ഇനി ലാക്ടോസ് ആണെങ്കിലോ ഇതൊക്കെ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഗ്ലൂക്കോസും അതേപോലെ ഗാലക്ടോസുമാണ്. യെസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ. 8th ക്വസ്റ്റ്യൻ ഡി. ഫോസ്ഫാറ്റിഡൈൽ കൊളിൻ ഈസ് കോമൺലി നോൺ ആസ്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അല്ലേ. യെസ്, ലെസിത്തിനാണ് അല്ലേ. യെസ്, ഇറ്റ്സ് കോമൺലി നോൺ ആസ് വോട്ട്, ലെസിത്തിൻ. ഓക്കെ, എവിടെയാണ് അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്? യെസ്, ആനിമൽ ടിഷ്യൂസിലാണ്. അപ്പോൾ ഇതാ ഫോസ്ഫാറ്റിഡൈൽ കൊളിൻ. ഓക്കെ, കോമൺലി എന്താണ് അറിഞ്ഞിരിക്കുന്നത്? യെസ്, നോൺ ആസ് ലെസിത്തിൻ. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇൻ സെല്ലുലോസ് എന്താണ്? യെസ്, സെല്ലുലോസിലുള്ള ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ യെസ് എന്താണ്? β14 ലിങ്കേജ് ആണ് അല്ലേ. യെസ്. ഇനി ലെറ്റ്സ് സേ സ്റ്റാർച്ചിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ, ഇവിടെ എന്തുണ്ടാകും? യെസ്, അമൈലോസും ഉണ്ടാകും, അതേപോലെ എന്തും ഉണ്ടാകും? യെസ്, അമൈലോ പെക്റ്റിനും ഉണ്ടാകും അല്ലേ. യെസ്, അമൈലോ പെക്റ്റിൻ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ C1 C4 ലിങ്കേജും ഓക്കെ, അമൈലോ പെക്റ്റിനാകുമ്പോൾ ബ്രാഞ്ചിങ് ഉണ്ടാകും അല്ലേ. C1 C4 ഉണ്ടാകും, അതേപോലെ C1 C6 ലിങ്കേജും ഉണ്ടാകും അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെല്ലുലോസിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ബി, 10B. ഇനി 11th ക്വസ്റ്റ്യൻ. വൈറ്റമിൻ കെ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഫംഗ്ഷൻ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബ്ലഡ് ക്ലൂട്ടിങ് അല്ലേ. എല്ലാവർക്കും അറിയാം, ഇതറിയാത്ത ആരും തന്നെ ഇല്ല. യെസ്, വിഷൻ എന്താണ്, എനർജി പ്രൊഡക്ഷൻ എന്താണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ. 12. നൊവീനാഗൽ കണ്ടൻസേഷൻ ഇൻവോൾവ്സ് എ റിയാക്ഷൻ ബിറ്റ്വീൻ. ഓക്കെ, ഇതറിയത്തില്ലെങ്കിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തേക്കാം, നമ്മൾ യൂട്യൂബിൽ ചാനലിൽ പബ്ലിഷ് ചെയ്തിരുന്നു, അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അതിൻ്റെ മെക്കാനിസം. ഇനി ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ റിയാക്ടിങ് വിത്ത് വോട്ട് ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ്, അല്ലെങ്കിൽ ഇതിനെന്ത് വിളിക്കും? സിനമിക് ആസിഡ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇതിൻ്റെ മെക്കാനിസം ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ വെച്ചിട്ട് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. സിനമിക് ആസിഡ് ആണ് യെസ് നൊവീനാഗൽ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ആരുടെ റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ വിത്ത് ആക്റ്റീവ് മെഥിലീൻ ഗ്രൂപ്പ്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ. Now, question number 13. What are the two organic products formed when benzaldehyde undergoes Cannizzaro-'s reaction? Okay, Cannizzaro-'s reaction വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. Cannizzaro-'s reaction ഏതൊക്കെയാണ്? ഓക്കെ, Cannizzaro-'s reaction എന്ന് പറഞ്ഞാൽ ബെൻസാൾഡിഹൈഡ്. ഓക്കെ, ഇറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ആൻഡ് റിഡ്യൂസ്ഡ് അല്ലേ. യെസ്, ഓക്സിഡൈസ്ഡ് ആകുമ്പോൾ എന്തായിരിക്കും? യെസ്, കാർബോക്സിലിക് ആസിഡ് കിട്ടും. സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ലെറ്റ്സ് സേ KOH ആണ് എടുക്കുന്നതെങ്കിൽ 50% KOH ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ യെസ് ഓക്കെ, കോൺസെൻട്രേറ്റഡ് ആൽക്കലി അല്ലേ. ആൻഡ് വൺ മോളിക്യൂൾ ഗെറ്റ്സ് യെസ് റിഡ്യൂസ്ഡ്. സോ one molecule get oxidized and one molecule get reduced. Benzaldehyde, this is benzoic acid എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതെന്താണ്? ബെൻസൈൽ ആൽക്കഹോൾ. ഓക്കെ, one molecule gets reduced ഓക്കെ, and one molecule get what? Oxidized. ഈ ടൈപ്പ് ഓഫ് റിയാക്ഷനെ ഒരു പേര് നമ്മൾ വിളിക്കുകയായിരുന്നു. വാട്ട് ഈസ് ദ നെയിം? ഓക്കെ, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ അല്ലേ. റിയാക്ഷൻ, one molecule gets oxidized and one molecule get reduced. അപ്പോൾ യെസ് എന്തായിരിക്കും? യെസ്, നമ്മുടെ ടൊളുവീനാണോ? അല്ല. ബെൻസൈൽ ആൽക്കഹോൾ ആൻഡ് ബെൻസാൾഡിഹൈഡ് ഡൈഹൈഡ്രേറ്റ് അല്ല. ഓക്കെ, യെസ്, ബെൻസൈൽ ആൽക്കഹോൾ ആൻഡ് ബെൻസോയിക് ആസിഡ് സോൾട്ട്. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, which set of reagents and condition would you use to convert butanoic acid to 2-chlorobutanoic acid? അപ്പോൾ ഇതെന്താണടാ? ബ്യൂട്ടനോയിക് ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബ്യൂട്ടനോയിക് ആസിഡിനെ 2-chlorobutanoic ആസിഡ് ആയിട്ട് മാറ്റുന്നു. അപ്പോൾ എന്തായിരിക്കും? CH3 CH2 CHCl ഓക്കെ COH 2-chlorobutanoic acid. 2-chlorobutanoic acid. അപ്പോൾ ഇതെന്താണടാ? ഓക്കെ, ആൽഫ പൊസിഷനിൽ ഹാലജൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ HVZ റിയാക്ഷൻ അല്ലെങ്കിൽ ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ എന്ന് നമ്മൾ വിളിച്ചു പോരുന്നത് അല്ലേ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ, Cl2 ആൻഡ് റെഡ് ഫോസ്ഫറസ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഓപ്ഷൻ ബി അല്ലേ.
Cl2 bar red phosphorus. ഇതിനെയാണ് നമ്മൾ HVZ ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ബി. Question number 15. Which gas is evolved at the cathode during the Cobb's electrolysis of sodium carboxylate salt എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം കോബ്സ് റിയാക്ഷനെ പറ്റിയിട്ട് നമുക്കറിയാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ്? 2CH3COO മൈനസ് ഇങ്ങനെയാണല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇതിങ്ങനെ വരും. ഓക്കെ, സോറി ഫോർ ദിസ്. ഓക്കെ, ഇങ്ങനെ റാഡിക്കലായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ 2 മോളിക്യൂൾ ഉണ്ടായതുകൊണ്ട് തന്നെ CH3 റാഡിക്കലും കമ്പൈൻ ചെയ്തിട്ട് എന്തായിരിക്കും? ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? യെസ്, ഈത്തൈൻ നമുക്ക് കിട്ടും +2 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ഇനി ഇവിടെ നോക്കി, ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പക്ഷേ ഇതെവിടെയാണ്? ആനോഡിലാണല്ലേ. യെസ്, ആനോഡിൽ ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഓക്കെ, അതേസമയം കാത്തോഡിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? യെസ്, കാത്തോഡിൽ എന്താണ് മക്കളെ സംഭവിക്കുന്നത്? വാട്ടറിന് അല്ലേ റിഡക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, വാട്ടർ എന്ത് സംഭവിക്കും? 2H++ 2OH- എന്നുള്ള രീതിയിലേക്ക് വരും. ഓക്കെ, എന്നിട്ട് ഈ 2H+ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് H2 ആയിട്ട് അല്ലേ. യെസ്, കാത്തോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും? ഇവോൾവ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ വിച്ച് ഗ്യാസ് ഇസ് ഇവോൾവ്ഡ് അറ്റ് കാത്തോഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിഡക്ഷൻ നടന്നുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? യെസ്, ഓപ്ഷൻ എ ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും ഇവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ഓഫ് ദം ഇസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ ഹവോത്ത് സിന്തസിസ്? ഇപ്പോൾ ഹവോത്ത് സിന്തസിസ് എന്താണെന്ന് നമുക്കറിയണം അല്ലേ. നഫ്തലിനെയും ആന്ത്രസീനെയും ഫിനാന്ത്രീനെയും ഒക്കെ സിന്തസൈസ് ചെയ്യുന്ന മെത്തേഡാണെന്ത്? ഹവോത്ത് സിന്തസിസ്. അപ്പോൾ 5 സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെ? ഫിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ, ക്ലെമൻസൺ റിഡക്ഷൻ, റിംഗ് ക്ലോഷർ, വീണ്ടും ഒരു ക്ലെമൻസൺ റിഡക്ഷൻ. എന്താണ് ക്ലെമൻസൺ റിഡക്ഷൻ? ഓക്കെ, നമുക്കറിയാം ZnHgHCl അല്ലേ, ക്ലെമൻസൺ റിഡക്ഷൻ. ഓക്കെ, അതിനുശേഷം അരോമാറ്റൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇസ് നോട്ട് എ സ്റ്റെപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ, യെസ് ഇറ്റ് ഈസ് ദർ. ക്ലെമൻസൺ റിഡക്ഷൻ, യെസ് ഇറ്റ് ഈസ് ദർ. റിംഗ് ക്ലോഷർ ആൻഡ് അരോമാറ്റൈസേഷൻ, യെസ് ഇറ്റ് ഈസ് ദർ. ഏതാണില്ലാത്തത്? ഫിഡൽ ക്രാഫ്റ്റ് alkylation, it is not there, so that is the answer അല്ലേ. yes. Question number 17. Predict the major product when 2-bromohexane is treated with excess concentrated KOH എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 2-bromohexane. ഓക്കെ, 2-bromohexane. ഓക്കെ, 3, 4, 5, 6 എന്നുള്ള അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ KOH ആണ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, അക്വസ് അല്ല, മറിച്ച് എന്താണ്? കോൺസെൻട്രേറ്റഡ് KOH ആണ് പറഞ്ഞിരിക്കുന്നത്. അക്വസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അക്വസ് KOH ആണെങ്കിൽ യെസ് സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിക്കും. ഓക്കെ, കോൺസെൻട്രേറ്റഡ് KOH ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, നമ്മുടെ എലിമിനേഷൻ സംഭവിക്കും അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ നിന്ന് എലിമിനേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്? യെസ്, HBr ആണ് എലിമിനേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു BR ഇവിടെ നിന്നും ഓക്കെ, ഇവിടെയുള്ള ഈ ആൽഫ അല്ലേ, ബീറ്റ ദിസ് ഇസ് ആൽഫ, ബീറ്റ എലിമിനേഷൻ നടക്കും അല്ലേ. അപ്പോൾ 2 രീതിയിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഏതൊക്കെ? ആദ്യത്തേത് എന്താണ്? β1 ആണ് എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് CH2 ഡബിൾ ബോണ്ട് CH2 ആൻഡ് CH3. ഓക്കെ, ഹെക്സീൻ അല്ലെങ്കിൽ ഹെക്സ്-1 എന്ന് കിട്ടും. ഇനി β2 ആണെങ്കിലോ എന്ത് സംഭവിക്കും നമുക്ക്? യെസ്, CH3 CH ഡബിൾ ബോണ്ട് CH2 ഓക്കെ, CH2 ഹെക്സ്-2ഈൻ. ഏതായിരിക്കും സ്റ്റേബിൾ? കുറച്ചുകൂടെ സ്റ്റേബിൾ ഏതാണ്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഹെക്സ്-2ഈൻ അല്ലേ. എന്തുകൊണ്ടാണ്? സെയ്ഡ്സഫ് റൂൾ അല്ലേ. ദാറ്റ് ഈസ് സെയ്ഡ്സഫ് റൂൾ ആണ് അല്ലേ. അതായത് സെയ്ഡ്സഫ് റൂൾ എന്താ പറയുന്നത്? ടെർമിനൽ ആൽക്കീൻസ് ആർ ലെസ് സ്റ്റേബിൾ. എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. ഇവിടെ എന്തായിരിക്കും? ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് കൂടുതലായിരിക്കും. ഇവിടെ 5 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്, പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ? ഇവിടെ നോക്കിക്കോളൂ, 2 ആൽഫ ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ദിസ് ഇസ് മൈനർ ആൻഡ് ദിസ് ഇസ് വോട്ട് മേജർ പ്രൊഡക്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. യെസ്, സോ ദാറ്റ് ഈസ് ഹെക്സ്-2ഈൻ ഇസ് ദി ആൻസർ.
Next question, which of the following statements correctly describes the carbon-oxygen bond in phenol compared to carbon-oxygen bond in methanol? ആൽക്കഹോൾ ഫിനോൾസിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫിനോളിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. സോ ദിസ് ഇസ് ഫിനോൾ അല്ലേ, ആൻഡ് ദിസ് ഇസ് മെത്തനോൾ. അപ്പോൾ കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത്തിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ദർ ഇസ് എ ലോൺ പെയർ അല്ലേ, ഓക്സിജൻ്റെ മുകളിൽ എന്തുണ്ട്, ലോൺ പെയേഴ്സ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ യെസ്, ഹിയർ ദർ ഇസ് എ റെസണൻസ്. ഓക്കെ, റെസണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് ഇവിടെ ഡ്രോ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓഫ് ദിസ് റെസണൻസ് അല്ലേ, ബിക്കോസ് ഓഫ് റെസണൻസ് ഇവിടെ എന്തുണ്ട്, യെസ്, കാർബൺ ഓക്സിജൻ ബോണ്ട് അക്വയേഴ്സ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ അല്ലേ, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. ഓക്കെ, യെസ്. അതേസമയം ഇവിടെ അങ്ങനെ ഉണ്ടോ, ഇവിടെ ഒരു റെസണൻസിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ, ഇല്ല. അങ്ങനെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് എന്താകും, ഡിക്രീസ് ചെയ്യും അല്ലേ. യെസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അല്ലേ, ഇതെന്താണ്, ഇവിടെ സിംഗിൾ ബോണ്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, സിംഗിൾ ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് പാർഷ്യൽ ഡബിൾ ബോണ്ടിനേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ദ ബോണ്ട് ഇൻ ഫിനോൾ ഈസ് ഷോർട്ടർ ആൻഡ് സ്ട്രോങ്ങർ. ഓഫ് കോഴ്സ് അല്ലേ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ടെങ്കിൽ ഡബിൾ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ആണ് കമ്പയർഡ് ടു യുവർ സിംഗിൾ ബോണ്ട് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്ത് വരും, എ എന്ന് വരും. നെക്സ്റ്റ് വൺ, ഓക്കെ, വാട്ട് ഈസ് എ ഇൻ്റർമീഡിയറ്റ് ഇൻ ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ? വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെക്കാനിസം വിത്ത് ഡീറ്റെയിൽഡ് മെക്കാനിസം. ഓക്കെ, HBD മെക്കാനിസം. ഓക്കെ, എന്താണ് ഐസോസയനൈഡ്, എന്താണ് നടക്കുന്നത് ഇവിടെ? യെസ്, ഓക്കെ, ലെറ്റ്സ് സേ നമ്മളൊരു അമൈഡ് എടുക്കുന്നു. ഓക്കെ, Br2 ഇൻ പ്രസൻസ് ഓഫ് KOH. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? യെസ്, നമുക്കിവിടെ RNH2 പ്രൈമറി അമൈൻ നമുക്ക് കിട്ടും അല്ലേ. യെസ്, അമൈഡിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? യെസ്, അമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, ഇവിടെ 1 കാർബൺ ലെസ് ആണ്. അതുകൊണ്ടാണ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് അല്ലേ, 1 കാർബൺ ലെസ്. ഓക്കെ, അപ്പോൾ പ്ലസ് നമുക്ക് എന്തൊക്കെ കിട്ടും, Na2CO3. ഓക്കെ, അതേപോലെ KBr, വാട്ടറൊക്കെ നമുക്ക് ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടും. പക്ഷേ അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട, ഇവിടെ എന്താണ്, പ്രൈമറി അമൈനാണ് അല്ലേ. ആൻഡ് വാട്ട് ഈസ് ദ ഇൻ്റർമീഡിയറ്റ്? ദാറ്റ് ഈസ് isocyanate is the intermediate. Okay, yes. Carbylamine reaction is used to test for. എന്താണ് കാർബൈലമൈൻ റിയാക്ഷൻ? ഒരു ഫൗൾ സ്മെല്ലിങ് എപ്പോഴും ആലോചിക്കുക. കാർബൈലമൈൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഫൗൾ സ്മെല്ലിങ് കിട്ടുന്ന ഒരു റിയാക്ഷനാണ് അല്ലേ. അപ്പോൾ ദ പ്രൈമറി അമൈൻ, ഓക്കെ, പ്രൈമറി അമൈൻ വെൻ റിയാക്റ്റഡ് വിത്ത് ക്ലോറോഫോം അല്ലേ. വാട്ട് ഇസ് ഇറ്റ്? ക്ലോറോഫോം. Chloroform in presence of a base അല്ലേ. സോ യു ഗെറ്റ് വാട്ട്? യെസ്, RNC. ഇതിനെയാണ് നമ്മൾ യെസ് കാർബൈലമൈൻ അല്ലേ, കാർബൈലമൈൻ. ഓക്കെ, അല്ലെങ്കിൽ ഐസോസയനൈഡ് അല്ലെങ്കിൽ ഐസോനൈട്രൈൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അല്ലേ, ഐസോനൈട്രൈൽ. ഇവിടെ ഒരൊറ്റ കാര്യം, ഇതെന്താണ്, ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ഫോർ വാട്ട്? പ്രൈമറി അമൈൻസ്. ഓൺലി പ്രൈമറി അമൈൻ റിയാക്ട്. സെക്കൻഡറി അമൈനും ടേഴ്ഷറി അമൈനും എന്ത് ചെയ്യത്തില്ല, സെക്കൻഡറി ആൻഡ് ടേഴ്ഷറി അമൈൻ ഡു നോട്ട് റിയാക്ട്, ഡു നോട്ട് റിയാക്ട്. അപ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ പ്രൈമറി അമൈനെ സെക്കൻഡറിയും ടേഴ്ഷറിയിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ സെക്കൻഡറിയും ടേഴ്ഷറിയും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, യെസ്. ഇനി എ ചേഞ്ച് ഇൻ സോൾവെൻറ്റ് ഫ്രം DMSO. ഓക്കെ, ഡൈമീഥൈൽ സൾഫോക്സൈഡ്. എന്താണ് DMSO? ഓക്കെ, പോളാർ അപ്രോട്ടിക് സോൾവെൻ്റ് ആണ്. ഇതെന്താണ്? പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റ്. ഓക്കെ, ചേഞ്ച് ചെയ്യാണ് DMSOയിൽ നിന്ന് എന്തിലേക്ക്? എത്തനോൾ അല്ലേ. വാട്ട് ഈസ് എത്തനോൾ? CH3CH2OH. എന്താണ് എത്തനോൾ? പോളാർ പ്രോട്ടിക് സോൾവെൻ്റ് ആണ്. വിൽ ഹാവ് വിച്ച് എഫക്റ്റ് ഓൺ റിയാക്ഷൻ മെക്കാനിസം? അപ്പോൾ മക്കളെ, SN1 SN2 ആണ് ചോദിച്ചിരിക്കുന്നത്. SN1 ഫേവറബിൾ അല്ലേ, ഫേവറബിൾ ഓൺ ഓക്കെ പോളാർ പ്രോട്ടിക് സോൾവെൻസ് ആണ്, പോളാർ പ്രോട്ടിക് സോൾവെൻസ്. ഓക്കെ, SN2 എവിടെയാണ് ഫേവറബിൾ? ഫേവറബിൾ ഓൺ പോളാർ അപ്രോട്ടിക് സോൾവെൻസ്, പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റ്.
അല്ലേ? അപ്പോൾ DMSOയിൽ നിന്ന് വാട്ടറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ പോളാർ അപ്രോട്ടിക്കിൽ നിന്ന് പോളാർ പ്രോട്ടിക്കിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, SN2 എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ പോളാർ അപ്രോട്ടിക് ആണെങ്കിലാണ് SN2 നല്ലത്. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ എത്തനോൾ ആണെങ്കിൽ പോളാർ പ്രോട്ടിക് ആണ്. അപ്പോൾ SN2ൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? ലെസ് ആയിരിക്കും. അതേസമയം SN1 എന്തായിരിക്കും? ഫേവറബിൾ ആണ് അല്ലേ? യെസ്. അപ്പോൾ ആൻസർ എന്താണ്? യെസ്, സ്ലോ ബോത്ത് SN2 ആൻഡ് SN1. ശരിയാണോ? അല്ല. ആക്സിലറേറ്റ് SN2. ആക്സിലറേറ്റ് ആണോ ചെയ്യുക? അല്ല, ലെസ് ആണ് അല്ലേ? യെസ്. സ്ലോ SN2 ആൻഡ് ആക്സിലറേറ്റ് വോട്ട് SN1. ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആണ് അല്ലേ? യെസ്. 22. പ്രൈമറി അമൈൻസ് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടു ഫോം. ഹിൻസ്ബർഗ് റിയേജൻ്റ് ആണ് അല്ലേ? ഹിൻസ്ബർഗ് റിയേജൻറ്റിൻ്റെ ഒരു കാര്യം എന്താണ്? ഇറ്റ് ക്യാൻ ആക്ച്വലി ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമൈൻസ് അല്ലേ? Okay, what is Hinsberg reagent? Okay, benzene sulfonyl chloride. Okay, this is Hinsberg reagent. Okay, what is this? Benzene sulfonyl chloride. This is your Hinsberg reagent. Okay, എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്? ഇതാ സിമ്പിളായിട്ട് പറയാടാ, RNH2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, RNH2 ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ നിന്ന് HCl ഒക്കെ എലിമിനേറ്റ് ചെയ്യുക നിങ്ങൾ. ഒരു എച്ചും ഒരു Cl-ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാ നോക്കിക്കോളൂ. ഓക്കെ, സോ ദിസ് നമുക്ക് എന്ത് കിട്ടും? ഈ ബെൻസീനെ ഞാൻ എന്ത് ചെയ്യുന്നു? PH എന്ന് എഴുതാം. ഓക്കെ, PHSO2. ഓക്കെ, എന്തായിരിക്കും? NHR എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഞാൻ പറയുകയാണ്, ഇവിടെ ഒരു NaOH ബേസ് ഉണ്ടെങ്കിൽ ഈ ഹൈഡ്രജൻ എന്താണ്? അസിഡിക് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് പറയാം? സോലുബിൾ ഇൻ ആൽക്കലി എന്നെനിക്ക് പറയാൻ പറ്റും. സോലുബിൾ ഇൻ ആൽക്കലി. അതേസമയം ഞാനൊരു സെക്കൻഡറി അമൈനാണ് എടുക്കുന്നതെങ്കിലോ, ഇതാ നോക്കിക്കോളൂ, RNHR പ്ലസ് PHSO2Cl, ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഇതാ ഒരു H ഇവിടെ നിന്നും ഒരു Cl-ഉം H-ഉം. അപ്പോൾ എനിക്ക് എന്തായിരിക്കും? സോ ഐ വിൽ ഗെറ്റ് PHS ഡബിൾ ബോണ്ട് O. ഓക്കെ, NRR എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടും അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ഒരു അസിഡിക് ഹൈഡ്രജൻ ഉണ്ടോ? നോ അസിഡിക് ഹൈഡ്രജൻ അല്ലേ? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇൻസോലുബിൾ ഇൻ ആൽക്കലി എന്നെനിക്ക് പറയാൻ പറ്റും. അതേസമയം ഞാനൊരു ടേർഷ്യറി അമൈനാണ് എടുക്കുന്നതെങ്കിൽ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് നോക്കിക്കോളൂ. ഓക്കെ, ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എടുക്കുന്നു. ഒരു ടേർഷ്യറി അമൈനാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ NRR. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? HCl എലിമിനേറ്റ് ചെയ്യാൻ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, വിച്ച് മീൻസ് നോ റിയാക്ഷൻ. ഓക്കെ, അതായത് പ്രൈമറി അമൈൻ ആണെങ്കിൽ എന്തായിരിക്കും? സോലുബിൾ ഇൻ ആൽക്കലി ആയിരിക്കും. സെക്കൻഡറി അമൈൻ ആണെങ്കിൽ ഇൻസോലുബിൾ ഇൻ ആൽക്കലി ആയിരിക്കും. ടെർഷ്യറി അമൈൻ ആണെങ്കിൽ നോ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? പ്രൈമറി അമൈൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് സോലുബിൾ ഇൻ സൾഫോണമൈഡ് ഇൻ ആൽക്കലി. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. 23. The correct pKa of the following compound. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലെസ് pKa. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അല്ലേ? വോട്ട് ഇസ് pKa? pKa എന്ന് പറഞ്ഞാൽ -log Ka അല്ലേ? യെസ്. അതായത് Ka ഇൻക്രീസസ് അസിഡിക് സ്ട്രെങ്ത്. എന്തായിരിക്കും അസിഡിക് സ്ട്രെങ്ത്? ഇത് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. Ka ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ pKa എന്ത് ചെയ്യുന്നു? ഡിക്രീസ്. അതായത് ലെസർ ദ pKa ഗ്രേറ്റർ ദി അസിഡിക് സ്ട്രെങ്ത്. ലെസർ pKa ഗ്രേറ്റർ അസിഡിക് സ്ട്രെങ്ത് അല്ലേ? ഗ്രേറ്റർ അസിഡിക് സ്ട്രെങ്ത് എന്നെനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് സേ ഏതാണ് pKa വാല്യൂയുടെ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അസിഡിക് സ്ട്രെങ്ത്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ H+നെ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. H+നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് അല്ലേ?
ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്. അതായത് ഈ സിസ്റ്റത്തിൽ എത്രയാണ്? 4π ഇലക്ട്രോൺസ് ആണ്, അല്ലെങ്കിൽ ആൻറ്റി അരോമാറ്റിക് ആണ്. ഓക്കെ, ഇനി ഇതാ ഇങ്ങനെയാണെങ്കിലോ -H+, അല്ലേ? അങ്ങനെയാണെങ്കിൽ സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ എനിക്ക് കിട്ടും, അല്ലേ? ഐ വിൽ ഗെറ്റ് സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ. അതായത് 6π ഇലക്ട്രോൺസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇതെന്താണ്? ഇത് അരോമാറ്റിക് സിസ്റ്റമാണ്, അല്ലേ? ദിസ് ഈസ് ആക്ച്വലി അരോമാറ്റിക് സിസ്റ്റം. അതായത് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തതാണെങ്കിലോ ഇതാ ഇവിടെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? മൈനസ് ചാർജ് വരും. H+ പോയി കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? നോൺ അരോമാറ്റിക്. ഇതെന്താണ്? ആൻറ്റി അരോമാറ്റിക്. ഇതെന്താണ്? അരോമാറ്റിക്. ഓക്കെ, അപ്പോൾ ഏതാണ് മക്കളെ ഏറ്റവും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത് കൂടുതലുള്ളത്? ആർക്കായിരിക്കും? അല്ലെങ്കിൽ ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് എന്തായിരിക്കും? ഗ്രേറ്റർ ഇതാണല്ലോ. കാരണം ഇവിടെ നിന്ന് H+ വിട്ടുകൊടുത്താൽ ഇവരെന്തായിരിക്കും? നല്ലൊരു സിസ്റ്റം അല്ലെങ്കിൽ അരോമാറ്റിക് കോമ്പൗണ്ട് ഫോം ചെയ്യും, അല്ലേ? അപ്പോൾ ഇത് ഗ്രേറ്റർ ആസിഡ് ആണെങ്കിൽ ലീസ്റ്റ് pK ആയിരിക്കും. ലീസ്റ്റ് pK. ബി ഏറ്റവും കുറവായിരിക്കും. ബി ഏറ്റവും കുറവുള്ളത് എന്ത് തന്നെയാണ്? ഓപ്ഷൻ ബി ആണ്, അല്ലേ? പിന്നെ ഇത് നോൺ അരോമാറ്റിക് ആണ്. ഇതെന്തായിരിക്കും? ആൻറ്റി അരോമാറ്റിക് ആണ്. ഇതൊരിക്കലും എന്ത് ചെയ്യത്തില്ല? നെവർ റിലീസസ് H+, അല്ലേ? അപ്പോൾ ലീസ്റ്റ് അസിഡിക് ആണ്. ലീസ്റ്റ് അസിഡിക് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും pK വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓപ്ഷൻ ബി കറക്റ്റായിട്ട് ആൻസർ ആയിരിക്കും. സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലേ? 23. ഓൾറൈറ്റ്. 24. അയഡോഫോം ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ഓൾ എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതെന്താണ്? സെർട്ടൻ ക്വസ്റ്റ്യനോ ഹാലഫോം അല്ലെങ്കിൽ അയഡോഫോം റിയാക്ഷൻ ആണ്, അല്ലേ? അയഡോഫോം റിയാക്ഷൻ എന്താണ്? ഹാലഫോം അല്ലെങ്കിൽ അയഡോഫോം റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ലെറ്റ് സേ CH3CH2 COCH3. ഓക്കെ, അതായത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? മീഥൈൽ ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച് ടു കാർബൺ, അല്ലേ? അറ്റ്ലീസ്റ്റ് 1 മീഥൈൽ ഗ്രൂപ്പ്, അല്ലേ? മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു അല്ലെങ്കിൽ ഡയറക്ട്ലി അറ്റാച്ച് ടു ടു കാർബണൈൽ കാർബൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഹൈപ്പോഹാലൈറ്റ് NaOX, അല്ലേ? നമുക്ക് എന്ത് കിട്ടും? കാർബോക്സിലിക് സോൾട്ട് കിട്ടും, അല്ലേ? വിൽ ഗെറ്റ് CH3 CH2 COONA. ഓക്കെ, ഇവിടെ ഈ CH3 എന്തായിട്ട് മാറും? ഹാലഫോമായിട്ട് മാറും, അല്ലേ? CHX3. ഇവിടെ നമ്മൾ അയഡിനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇഫ് യു ആർ ടേക്കിംഗ് അയഡിൻ ഹിയർ NaOI, യു വിൽ ഗെറ്റ് CHI3. ഓക്കെ, അപ്പോൾ ഈ ആൽഡിഹൈഡ് ഓർ കീറ്റോണിൻ്റെ ഇവിടെ എന്ത് വേണം? ഡയറക്റ്റ്ലി എന്ത് വേണം? മീഥൈൽ ഗ്രൂപ്പ് ലിങ്ക്ഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ബ്യൂട്ടൻ 2 നോക്കിക്കോളൂ. ബ്യൂട്ടൻ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂട്ടൻ 2. ഓക്കെ, ദിസ് ഇസ് ബ്യൂട്ടൻ 2. ഓക്കെ, ദാ ഇവിടെ എന്തുണ്ട്? ഡയറക്റ്റ്ലി എന്തുണ്ട്? CH3 ഉണ്ട്. കുഴപ്പമില്ല. ഇറ്റ് ക്യാൻ ബി ഡൺ. അസറ്റോഫീനോൺ ആണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്. അസറ്റോഫീനോൺ എന്താണ്? ഓക്കെ, ദിസ് ഇസ് യുവർ അസറ്റോഫീനോൺ, അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കോളൂ. ഈ CO-ൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് എന്തുണ്ട്? CH3 ഉണ്ട്. പിന്നെ പ്രൊപ്പൻ 2. ഓക്കെ, ആൽക്കഹോളാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതെന്താണ് സംഭവം? പ്രൊപ്പൻ 2. മക്കളെ, ഇവിടെ ആൽഡിഹൈഡോ കീറ്റോണോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷേ ഇത് ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്, അല്ലേ? ദിസ് ഇസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഈ NaOX ഇവരെ എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്തോളും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3 C+O CH3 എന്നുള്ള രീതിയിൽ കിട്ടും, അല്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? എഗെയിൻ ഇവിടെ നമുക്കൊരു CH3 കിട്ടും. അപ്പോൾ എഗെയിൻ ഇതെന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ഷോ വോട്ട് അയഡോഫോം ഓർ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് അയഡോഫോം. അതേസമയം പ്രൊപ്പൻ 1 ആകുമ്പോൾ CH3 CH2 CH2OH, ദിസ് ഇസ് പ്രൊപ്പൻ 1. ഇതിനെ ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് വോട്ട്? CH3 CH2 CHO. ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടോ? ഇവിടെ മെത്തിലീൻ ഗ്രൂപ്പാണ്. ഓക്കെ, സോ ഇത് മൂന്നും പറ്റും. പക്ഷേ പ്രൊപ്പൻ 1 എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓൾ എക്സെപ്റ്റ് പ്രൊപ്പൻ 1. ആൻഡ് ഫൈനലി
സ്റ്റീഫൻസ് റിയാക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് അണ്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്മുടെ സ്റ്റീഫൻസ് റിയാക്ഷൻ? യെസ്, നൈട്രൈൽസ് അല്ലേ, RCN, നൈട്രൈൽസ് വെൻ റിയാക്ടിങ് വിത്ത് SnCl2 ഓക്കെ ആൻഡ് HCl ഓക്കെ എന്ത് തരും? യെസ്, ഈ നൈട്രൈൽ എന്തായിട്ട് മാറും? RCH ഡബിൾ ബോണ്ട് NH ആയിട്ട് മാറും അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ഇമൈൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ. വിൽ കോൾ ദിസ് ആസ് ഇമൈൻ ഓക്കെ. ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഇവിടെ നിന്ന് RCHO ആൽഡിഹൈഡും അതേപോലെ അമോണിയവും നമുക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ. ആൻഡ് ഓഫ് കോഴ്സ് ഏത് കണ്ടീഷനാണ്? യെസ്, അസിഡിക് കണ്ടീഷനാണ്. 25A റൈറ്റ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.